ഹബീബി കം ടു ദുബായ്. ഹലോ. അപ്പൊ ഇന്ന് ട്യൂസ്ഡേ 29th ജൂലൈ ഞങ്ങൾ ഇന്ന് ദുബായ് പോവാണിത്. ആരൊക്കെയാണ് പോണത്? ഞാന് സായി പ്രബി. അപ്പൊ ഞങ്ങള് മൂന്നുപേരും കൂടി പ്രവീൺ 4 ദിവസം വീടിന്റെ അകത്ത് ഇരിക്കുമെന്നിട്ട് പറയും ദുബായിലാന്ന് പറയും. അപ്പൊ ഞങ്ങള് ഇന്ന് ദുബായ് പോവാണ്. ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പാണ്. അപ്പൊ ദുബായിക്ക് തന്നെയാണ്. അത് കുഴപ്പമില്ല. അപ്പൊ ദുബായിക്ക് ആയത് തന്നെ ഒരു വലിയ രസമുള്ള സംഭവം തന്നെയുണ്ട്. കാരണം ദുബായില് പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര തന്നെയല്ലേ. ദുബായ് എന്താണെന്നറിയോ? ഈ ദുബായ് എന്താ പറഞ്ഞിട്ടാണ് നമ്മള് പോകേണ്ടത്? ദുബായ് ഒരു രാജ്യമാണ്. അല്ല സോറി, UAE ഒരു രാജ്യമാണ്. ദുബായ് ഒരു എമിറേറ്റ് ആണ്. ഞാൻ ഇന്നലെ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ് ദുബായ് പറഞ്ഞൊരു എമിറേറ്റ്സ് ഓഫ് എമിറേറ്റ്സ് ഓഫ് UAE ഒരു എമിറേറ്റ് ആണ് ദുബായ്. ഞാൻ കാര്യമായിട്ട് മേക്കപ്പ് സാധനങ്ങളാണ് പോണത്. കാരണം എന്താ വെച്ചാൽ ദുബായിൽ നല്ല ഒറിജിനൽ സാധനങ്ങൾ ഉണ്ടെന്നുള്ളൊരു ഒരു കിംവദന്തി കേട്ടോണ്ട് ഞാൻ അവിടെ തന്നെ പോയി വാങ്ങാൻ വേണ്ടിട്ടാണ് നിക്കണത്. അല്ലേ? എന്തിനാ പോണ്? ഞാൻ പോണത് നമ്മളെ റാഫേൽ വാക്ക് ലൈഫ് സ്റ്റൈൽ, അതിന്റെ ഇനാഗുറേഷൻ സഞ്ജു സാംസൺ ദുബായിൽ 3 സ്ഥലത്ത് വെച്ചാണ് നടത്തുന്നത്. അതെ. പ്രവീണിന്റെ കൂടെ പ്രവീണ് 4 ദിവസം എവിടെയും കാണില്ല. എവിടെ ഫോട്ടോ സാധനങ്ങളൊന്നും ഇടില്ല. ബിസി ആയിരിക്കും ദുബായിന്റെ ഉള്ളിൽ. ദുബായിലാണെന്ന് പറഞ്ഞിട്ട് സ്റ്റാറ്റസ് ഒക്കെ ഇടും. ഞാൻ കുറച്ച് ഫോട്ടോസ് പ്രവിക്ക് അയച്ചിരിക്കാനും പ്രവി അത് സ്റ്റോറി ഇടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് റാഫേലേട്ടന്റെ ഒരു ലൈഫ് സ്റ്റൈൽ പറഞ്ഞൊരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ സഞ്ജു വരികയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് പോണത്. അപ്പൊ അതിന് 2 ബ്രാൻഡ്സ് ഒക്കെ ഉണ്ട്, ടോക്കിയോ ടോക്കീസും ഹൈലാൻഡറും. അപ്പൊ അത് പ്രോഗ്രാം 30th ജൂലൈനാണ്, അതായത് നാളെ. അപ്പൊ നമുക്കിനി എയർപോർട്ടിൽ നമ്മൾ കാലിക്കറ്റ് എയർപോർട്ടിലാണ് പോകുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പൊ നമ്മള് 2 മണിക്കുള്ള ഫ്ലൈറ്റിന് പുലർച്ചെ 4 മണി മുതൽ ഡ്രസ്സും ചെയ്ത് പെട്ടിയും ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പിന് എല്ലാവർക്കും ഉള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണ്. എനിക്ക് അങ്ങനത്തെ എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ല. ഇതിന്റെ കാറാണ്. അപ്പൊ 2 മണിക്കാണ് ഞങ്ങള്. അത് കറക്റ്റ് ആണല്ലോ. പടിഞ്ഞാറ്റുമുറിയിലെ ജനകീയ ബസ്സിൽ നിന്ന് സ്നേഹ ദുബായിലേക്ക്. അപ്പൊ ഞാന് എന്തായാലും 2 മണിക്കാണ് ഫ്ലൈറ്റ്. 10 മണിയായി ഇറങ്ങി ഫുഡ് കഴിച്ചിട്ട് എന്താ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പിന് പോകാൻ റെഡിയാണോ? ഞാൻ റെഡിയാണ്. ഹബീബി കം ടു ദുബായ്. സ്നേഹയുടെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പാണ്. ദുബായിക്കാണ് പോകുന്നത്. ദുബായിക്ക് പോകുന്നതിന് മുന്നിട്ടുള്ള സീറ്റ് നമ്മൾ നടക്കുന്നുണ്ടായി. മലപ്പുറം വണ്ടി കയറി നേരെ ഡെലീഷ് ഉണ്ടത് കിട്ടാൻ എന്താ ഫോണിൽ എന്താ സ്നേഹത്തെ കഥ വന്നിട്ട് സ്റ്റീം കേക്ക് ഉണ്ടോന്നൊക്കെ ചോദിക്കാം. അപ്പോൾ നമ്മള് ഇപ്പോൾ ഡെലീഷ്യയിൽ വന്നിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഏകദേശം 10:45 ഫുഡ് കഴിക്കണത്. അപ്പോൾ നമ്മൾ കഴിക്കുന്നത് വീറ്റ് പൊറോട്ട, സായി നോർമൽ പൊറോട്ട, പ്രബി, പിന്നെ മട്ടൻ കുറുമ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതായി ഇറങ്ങി പോവുകയാണ്. എയർപോർട്ടിലേക്ക് പോട്ടെ. ഇത് 11 മണിയായി. 12 മണിയാകുമ്പോഴത്തേക്ക് ചെക്ക് ഇൻ ചെയ്യണം. എന്തായാലും ലേറ്റ് ആവില്ലെന്ന് വിശ്വസിക്കണം. പോട്ടെ കേട്ടോ. ഇനി നമ്മൾ കാലിക്കറ്റ് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. കാലിക്കറ്റ് എന്ന പേരാണെങ്കിലും നമ്മുടെ മലപ്പുറം ജില്ലയിലാണ് ഈ എയർപോർട്ട്. വെറുതെ ഒരു പൊലിപ്പ് കയറട്ടെ. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വേഗം പോട്ടെ, ചെക്ക് ഇൻ ചെയ്യട്ടെ. നേരെ പെട്ടി ഒരു പിടിച്ചു വെച്ചു. അത് നിങ്ങൾ അറിഞ്ഞോ? പൂജിച്ച നാരങ്ങ, തേങ്ങ, ഏലത്ത്, ചരട്. ഫ്ലൈറ്റിന് മുന്നിൽ ടയറിന് മുകളിൽ നാരങ്ങ വയ്ക്കാത്തോളം വരില്ല. പിന്നെ മൂപ്പര് അങ്ങനത്തെ ആളായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇനി പോട്ടെ കേട്ടോ. നമ്മള് ഫ്ലൈറ്റ് കയറാൻ പോവാണേ അല്ലേ? കമോൺ. എന്താ എന്തുവെങ്കിൽ 4 മണിക്കൂർ സായി എങ്ങനെ ഫോണിലാണ് നിൽക്കുന്നതാണ് ഞാൻ നോക്കണത്. എന്തെടുത്തല്ലേ 10-60 ദിവസം ബിഗ് ബോസിനകത്തൊന്നും 4 മണിക്കൂർ ഫ്ലൈറ്റിൽ ഫോണിൽ. ഇപ്പൊ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ മറ്റേ കുറെ ആൾക്കാരുണ്ടായിരുന്നല്ലോ. ഫ്ലൈറ്റ് കുറച്ചാളുണ്ടല്ലോ. എല്ലാവരോടും സംസാരിച്ചോണ്ടിരിക്കുമോ? അപ്പം നമ്മൾ ഇനി നേരെ പോട്ടെ. അപ്പോൾ 2 മണിക്കാണ് ഫ്ലൈറ്റ്. ഇവിടെ നാട്ടിൽ 6 മണിക്ക് എത്തും. അവിടെ എത്തുന്ന ടൈം 4:30. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ എടുക്കണില്ല. ഇനി നമ്മൾ നേരെ ദുബായിലെത്തിയിട്ട് വീഡിയോ എടുക്കുന്നതായിരിക്കും.
അപ്പോൾ ഓക്കെ ബൈ. നമ്മളിപ്പോൾ സ്പൈസ് ജെറ്റിലാണ് പോകുന്നത്. 2 മണിക്കാണ്, 4:30 അവിടെ എത്തും. അപ്പോൾ ഇനി ശേഷം ദുബായിൽ ഹബീബി കമ്മിങ് ടു ദുബായ്. ഞാൻ ഒന്നും പറയില്ല. എന്നാ പോയിക്കൊന്നാ നാരങ്ങ തൂക്കാനല്ലേ കൂട്ടണേ. എനിക്ക് ഏറ്റവും എന്താ സംബന്ധിച്ചാൽ ഇതിൽ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര മടുപ്പാണ്. ടൈം പെട്ടെന്ന് പോവില്ല, അതാണ് ഏക പ്രശ്നം. നമ്മളിനി ഒന്നും ഇങ്ങോട്ട് നോക്കും. നമ്മളിനി ദുബായിൽ പോയിട്ടേക്കാണ്. അൽ സ്നേഹ ഷെയ്ഖ് സായി. നാട്ടില് KSRTC ബസ് കുഴി ചാടുന്ന പോലെ അല്ലേ? ഇത് എത്താനും 10-40 മിനിറ്റ് ഉണ്ടായിരുന്നു. ടർബുലൻസ്, എയർ ടർബുലൻസ്. എയർ കട്ട് വന്ന സംഭവം ഭയങ്കര അളക്കും. ഞാനും വല്ല റൈഡിന് പോയ പോലെ എനിക്ക് തോന്നിയില്ല. അങ്ങനെ എൻ്റെ വയറ് ഫുള്ള് കാണുന്നില്ല. നമുക്ക് കുറച്ച് മരുന്നില്ലേ. ദുബായിലെത്തി ഗൈസ്. ഞാനങ്ങനെ ആദ്യമായിട്ട് വേറൊരു രാജ്യത്തിൽ കാലെത്താൻ പോവാണ്. സോ എക്സൈറ്റഡ്. നമ്മൾ ദുബായിലെത്തിയിരിക്കുന്ന ഗൈസ്. നമ്മൾ അതായത് ഉദ്ദേശം നമ്മൾ. അപ്പം ഇനി വ്ളോഗൊക്കെ ഇങ്ങനെ എടുക്കാല്ല. റോട്ടിൽ നിന്നൊക്കെ പോലീസ് പിടിക്കുന്നില്ല. അതുകൊണ്ട് ഞാനൊന്ന് ശ്രദ്ധിച്ച് മാത്രമേ വീഡിയോ എടുക്കുള്ളൂ. ഹോട്ടലിൽ പോവാം. നമ്മുടെ വണ്ടി എത്തിയിട്ടുണ്ട്. നമ്മൾ മെട്രോയിലാണ് പോണത്. അപ്പോൾ നമ്മൾ ദുബായിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ദുബായിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര എക്സിറ്റ് അടിച്ച് പുറത്തേക്കായിട്ട് ഇറങ്ങിയപ്പോൾ ചുട്ട് ഫുള്ള് എൻ്റെ അമ്മ ആവി പറക്കാം മേല് ഫുള്ള്. അത്രയും നേരം ഫുള്ള് AC കൊണ്ട് നടത്ത് വരുമ്പോൾ ഇവിടെ വന്നപ്പോൾ 40 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞു. പിന്നെ നമ്മളൊരു ടാക്സി പിടിച്ചു. നമ്മൾ നേരെ ഫ്ലോറ ക്രീക്കിലേക്ക് പോവാണ്. എന്തായാലും ഞാൻ ഇറങ്ങി വലിയ എക്സൈറ്റ്മെൻറ്റ് സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇറങ്ങാൻ നേരത്തേക്ക് ഭയങ്കര ഒരു രസം തോന്നി. കാരണം ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തോന്നി. കാരണം ഞാൻ ആദ്യമായിട്ടാണ് പുറം രാജ്യത്ത് പോയിട്ട് ഇറങ്ങേണ്ട ഒരു സംഭവം ആലോചിച്ചപ്പോൾ എനിക്ക് ഭയങ്കര രസം തോന്നി. അപ്പോൾ നമ്മൾ വേറെ രാജ്യത്ത് പോകണതാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു രസം വേറെയാണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ വേറെ രാജ്യത്തെത്തി. എന്തായാലും ആദ്യമായിട്ട് എൻ്റെ പാസ്പോർട്ടിൽ 2 കുത്തി. ഒന്ന് അവിടെ നിന്ന് ഒന്ന് ഇവിടെ UAE എത്തിയപ്പോഴുള്ളതും. നമ്മളൊരു കാറിൽ പോവാണ്. ഇനി നമ്മൾ നേരെ അപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് ഇനി അവിടുത്തെ വ്യൂ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഓഗസ്റ്റ് 3-ാം തീയതി വരെ ഉണ്ടാവും അവിടെ. ഫുള്ള് ഇനി ദുബായ് എക്സ്പ്ലോർ ചെയ്തിട്ട് ഞങ്ങൾ വരുള്ളൂ. ഭയങ്കര വെയിൽ. എന്തായാലും ഈ സാധനം വെച്ചിട്ടുണ്ടാവും, എടുക്കാൻ പറ്റില്ല. എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ചൂട് ഇങ്ങോട്ട് അടിക്കുക. അതുകൊണ്ട് എടുക്കാതെ വീഡിയോ എടുക്കണേ നല്ലത്. പക്ഷെ ഇവിടെ എന്താ ഏറ്റവും എന്ന് വെച്ചാൽ ഫുള്ളൊരു ടൗണാണ്. ഭയങ്കര ടൗൺ. ഇപ്പം ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയേണ്ട കാര്യം തന്നെയാണല്ലോ. പിന്നെ ഞാൻ എന്താ വ്ളോഗ് അധികം പുറത്തേക്ക് എടുക്കാത്തതെന്ന് വെച്ചാൽ എനിക്കറിയില്ല ഇവിടുത്തെ കൂടുതൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എങ്ങനെയാണെന്നുള്ളത്. എവിടെ വെച്ച് എടുക്കാൻ പറ്റും, എവിടെ വെച്ച് എടുക്കാൻ പറ്റില്ല എന്ന്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എനിക്ക് കുറേ സാധനങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയിട്ടില്ല. ബാക്കി ഞാൻ അതിനനുസരിച്ചിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നോക്കിയിട്ട് എടുക്കാം. നമ്മൾ കുണ്ടും കുഴിയില്ലാത്തൊരു നാട്ടിലേക്ക് എത്തിയിരിക്കുന്നു ഗൈസ്. എന്താ ചെയ്യുക, നല്ല സുഖസുന്ദരമായ റോഡ്, അടിപൊളി റോഡ്, നല്ല സ്മൂത്തായിട്ടൊക്കെ വണ്ടി പോകും. അടിപൊളിയാണ്. ഞാൻ റോട്ടിലേക്ക് ഇറങ്ങിയിട്ടില്ല. റോട്ടിലേക്ക് ഇറങ്ങിയിട്ടുള്ള വീഡിയോസ് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ എടുക്കാം. അപ്പോൾ നമ്മൾ നേരെ പോയിട്ട് അപ്പാർട്ട്മെൻറ്റിൽ ഒന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല. രാവിലത്തെ ഒരു പൊറോട്ടയാണ് കഴിച്ചത്, ബാക്കിയൊന്നും കഴിച്ചിട്ടില്ല. ഇവിടുത്തെ വ്ളോഗിൻ്റെ രീതിയൊന്നും എനിക്കറിയില്ല എങ്ങനെ എടുക്കേണ്ടത്, അല്ല ഇവിടെ വെച്ചിട്ട് എടുക്കേണ്ടത്, വല്ലതും കഴിഞ്ഞാൽ പിടിക്കും. അപ്പോൾ നമ്മൾ ഫ്ലോറ ക്രീക്കിൽ എത്തിയിട്ടുണ്ട് അപ്പാർട്ട്മെൻറ്റിൽ. ഇനി നമ്മൾ പോയി ചെക്ക് ഇൻ ചെയ്യട്ടെ. നമ്മളിനി റൂമിലേക്ക് പോകണേ. ക്യാമറ റോളിംഗ്. അപ്പോൾ നമ്മൾ ദുബായിലുള്ള ഫ്ലോറ ക്രീക്കിലുള്ള അപ്പാർട്ട്മെന്റിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. ഇതാണ് നേരെ കയറുമ്പോൾ നമ്മുടെ ഇതൊരു അപ്പാർട്ട്മെന്റ് ഹോട്ടലാണ്, അങ്ങനെ പറയാം. അപ്പാർട്ട്മെന്റ് ഹോട്ടൽ, അതായത് സാധാരണ റൂമാണല്ലോ എല്ലാ അപ്പാർട്ട്മെന്റിലും. ഇത് അപ്പാർട്ട്മെന്റ് ഹോട്ടലാണ്. നിങ്ങൾക്ക് ഇവിടെ ഒരു എല്ലാ സൗകര്യമുണ്ട്. ഒരു കുഞ്ഞു കിച്ചൺ ഉണ്ട്. പിന്നെ ആൻഡ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട്. ഓക്കെ, സിറ്റിംഗ് ഏരിയ ഉണ്ട്. അറിയില്ലായിരുന്നു അതെങ്ങനെയാ. എത്തും. ഞാൻ ഇന്നിപ്പോൾ അവിടെ വന്നിരിക്കാം കേട്ടോ. ഇതൊരു ചെറിയ ഡ്രസ്സൊക്കെ സെറ്റാക്കുന്ന ഒരു ഏരിയ. ദിസ് ഈസ് ലോണ്ട്രി മെഷീൻ ആൻഡ് ദിസ് ഈസ് അവർ ബെഡ്റൂം. ഓക്കെ, ദിസ് ഈസ് ടോയ്ലറ്റ്
ദിസ് ഈസ് ദ ബെഡ്റൂം. ബെഡ്റൂം ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാണും? വി ടോക്ക് ദുബായ് ഇംഗ്ലീഷ്. സോറി, ബെഡ്റൂം. ഒന്ന് തുറന്നു. എന്ത്? അയ്യോ, ആരോടായി പറഞ്ഞു പോണത്? ഇത് ഇങ്ങനെ ആക്കിയിട്ട് അങ്ങോട്ടല്ല ഇങ്ങോട്ടാക്കിയിട്ട്. ആ അതപ്പോ ഞാൻ നോക്കിയത്. അപ്പൊ ഞങ്ങൾക്ക് രണ്ടാക്കത് തുറക്കാനുള്ള പരിപാടിയാണ്. കീ വേണോ? സ്ക്രൂ ഡ്രൈവർ ഒക്കെ ഉണ്ട്. സ്ക്രൂ ഡ്രൈവർ തുറക്കണം. പിന്നെ എങ്ങനെ തുറക്കണ്ടത് പഠിച്ചിട്ട് ഇനി ബാക്കി ഞങ്ങൾ തുറന്ന് കാണിച്ചത്. ഓക്കെ, എങ്ങനെയാണിത്? ആ മണ്ടത്തി, ഇത് തുറക്കാൻ പറ്റില്ല. ഇതിന്റെ നടുവിൽ സാധനമില്ല. ഇവരെന്തെങ്ങനെ തുറക്കുക? പൊട്ടത്തിയാണെങ്കിൽ ഇത് ഇവിടെ ഒന്നുമല്ല. ഇത് തുറക്കേണ്ടത് ഇതിന്റെ സുഡാലിഫിക്കേഷൻ ഇവിടെ അറിയും. ആ, ഞാൻ സത്യം പറയട്ടെ, നിങ്ങൾ തുറക്കാൻ പറ്റില്ല ഈ സാധനം. അല്ല, സത്യം തുറക്കാൻ പറ്റില്ല. ഇതൊക്കെ കണ്ടോ, ഇതിന് കണ്ടോ എവിടെ? ഇതിലില്ല, ഇത് തുറക്കാൻ പറ്റില്ല. പറ്റില്ല ആണോ? ഇത് നമ്മൾ വന്നപ്പോ മനപ്പൂർവ്വം പൂട്ടിയിട്ടായിരുന്നു. തുറക്കാൻ പറ്റില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഫോൺ ഉണ്ട്, ഇങ്ങനെ കണ്ണാടി ഉണ്ട്, ബാത്ടബ് ഉണ്ട്. ഈ ഇതിന്റെ പ്രൊമോഷൻ ചെയ്യണം ഫ്ലോറക്കിന്റെ. എന്ത്? ദുബായി വന്ന സ്നേഹം ഞെട്ടി ഗൈസ്. വേറെ ടോയ്ലറ്റ്. ഇനി ഇവിടെ തുറക്കാൻ പറ്റൂ? ഇത് തുറക്കാൻ കണ്ട, ഇതിന്റെ നടുവിൽ സാധനം ഉണ്ട് കണ്ട. അതാ ബാൽക്കണി ഡോർ ഈസ് ഓൾവേസ് കെപ്റ്റ് ലോക്ക്ഡ് ഫോർ യുവർ സേഫ്റ്റി. ഓ, ആക്സസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി ചോദിക്കണം. അയ്യോടാ പറയണല്ലേ, നമുക്ക് ചോദിക്കാട്ടോ. അല്ല, ഇത് എന്താ പറയാ, ഒന്നാമത് ചൂട് വരണ്ട വെച്ചിട്ടൊക്കെയാണ്. ഭയങ്കര ചൂടല്ലേ, പേറ്റും ചൂടല്ലേ. ഓക്കെ, ആ എന്നാ ഞാൻ കുറച്ചിൻ്റെ പരിപാടി നോക്കട്ടെ, മാത്രം നോക്കണം. അപ്പോൾ ഞാൻ ദുബായിലെത്തിയിട്ടുണ്ട്, ഫസ്റ്റ് ടൈം ഔട്ട്സൈഡ് ഇന്ത്യ. അപ്പോൾ എന്താ പറയുക, നല്ല ഒരു അടിപൊളി സിറ്റി. പിന്നെ നമുക്ക് പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും സാറിനോട് പറഞ്ഞിട്ടുണ്ട്, ദുബായ് എന്ന് പറഞ്ഞൊരു പച്ചപ്പില്ലാത്തൊരു ഏരിയ തോന്നും. ഫുൾ മറ്റേ ബിൽഡിങ്ങും അങ്ങനത്തെ സംഭവങ്ങളാണ്. പക്ഷേ അതിനൊരു രസമുണ്ട്, അതൊരു പ്രത്യേക വൈബ് തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ 3-ാം തീയതി വരെ ഉണ്ടാവും. നല്ല സൂപ്പർ പ്ലേസാണ്, നല്ല അടിപൊളി റൂം, സ്റ്റേ, നല്ല നമുക്ക് എല്ലാ സൗകര്യവും ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ട പോലെ ലോണ്ട്രി ഉണ്ട്. പിന്നെ ലോണ്ട്രി എല്ലായിടത്തും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല, കാരണം പ്രൈവറ്റ് ആയിട്ട് ലോണ്ട്രി ഉണ്ട് തോന്നുന്നില്ല. കാരണം ഇത് അപ്പാർട്ട്മെൻറ്റ് ഹോട്ടൽ എന്ന് പറയുമ്പോൾ ഇതിന് മറ്റേ എന്തോ പറയല്ലോ, അതിന് രണ്ടും കൂടി കൂട്ടിയിട്ട് എന്തോ ഒരു പേര് പറയുന്നുണ്ട്, അപ്പാർട്ട്മെൻറ്റ് പ്ലസ് ഹോട്ടലിൻ്റെ. അപ്പോൾ ഇവിടെ ഒരു ചെറിയ കുഞ്ഞ് കിച്ചൺ ഉണ്ട്. അപ്പം നിങ്ങൾ കണ്ട പോലെ ഇന്നിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അടുക്കളയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്വല്പം കോഫി ഉണ്ടാക്കാം. അപ്പം ഞാൻ ഇതും കൊണ്ടുപോയിട്ട് ഞാൻ അവിടെ പ്ലഗ് കുത്തട്ടെ. ഇവിടെ പ്ലഗ് ഒന്നുമില്ല, അപ്പുറത്ത് കൊണ്ടേ കുത്തട്ടെ. അതിന് മുന്നേ കുറച്ച് വെള്ളം ഒഴിക്കട്ടെ. കോഫി ഉണ്ടാക്കാൻ എനിക്കങ്ങനെ വലിയ പരിചയമൊന്നുമില്ല. എന്താ ചെയ്യുക, അടുക്കളയൊന്നും കയറുന്നില്ലല്ലോ. കുറച്ച് ചൂടാക്കട്ടെ. വെള്ളം തിളയ്ക്കുകയാണ്. ഞാൻ കുറച്ച് ഈ കോഫി എസ്പ്രസ്സോ ഗസ്റ്റോ വെള്ളം ബോയിലായി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് വെള്ളം എടുത്തിട്ടുള്ളൂ, ഒരു ഗ്ലാസ്സിനുള്ള വെള്ളം. ഞാൻ പോയി ഇനി ഇത് ഇടട്ടെ. ഏതാ വേണ്ടത് പോയി സായിയോട് ചോദിക്കട്ടെ. സോറി, കട്ടായിക്കട്ടെ. അത് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു എസ്പ്രസ്സോ ഇത് എസ്പ്രസ്സോ ആണിത്, ഇത് വേണ്ട, ഈ നെസ്കഫെ ക്ലാസിക് മതി പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ലീവ്സാണ്, ടീ ആണിത്. ഇനി പോയി കുറച്ച് ഷുഗർ അതുകൊണ്ട് പാൽപ്പൊടിയാണല്ലോ അല്ലേ. 0 കലോറീസ് സ്വീറ്റ്നർ ഷുഗർ. വൈറ്റ് ഷുഗർ. ഞാനിനി വെക്കട്ടെ.
സായിക്ക് എന്തായാലും കുറേ ഷുഗർ വേണം, കുറേ ഷുഗർ പേഷ്യൻ്റാണ്. ഷുഗർ ഇല്ലാത്ത അസുഖമുള്ള ആളാണ് സായി. സിയാച്ചിട്ടാണ് സായിക്ക് ഹൈപ്പോഗ്ലൈസിമിയ ആണ്. ഇപ്പോൾ കുഴപ്പമില്ല. ഇനി പോയി ചായ ഉണ്ടാക്കിയിട്ട് സായിക്ക് കൊടുക്കട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ പുറത്ത് പോകണം കേട്ടോ. നമ്മൾ പുറത്ത് പോവാണ്. ഒരു ഫേമസ് ഷവർമ സെന്റർ ഉണ്ട്. അതെ, അൽ ഫറൂഖ്. ഫുഡ് കഴിക്കണം. അതെ, അൽ സായി ഫുഡ് അല്ലാണ്. അൽ ബാലിച്ചേട്ടൻ വരുന്നുണ്ട്. ലാസ്റ്റ് ടൈം ദുബായിൽ വന്ന സമയത്ത് റസ്മിനാണ് എനിക്ക് ബാലിച്ചേട്ടനെ പരിചയപ്പെടുത്തി തന്നത്. ഞാൻ ദുബായിൽ വന്ന് കണ്ടതിൽ വെച്ചിട്ട് ദ ബെസ്റ്റ് പേഴ്സൺ ഇൻ ദുബായ് ഫോർ മീ. എല്ലാരും ബെസ്റ്റ് ആണ്, പക്ഷെ എനിക്ക് ബാലിച്ചേട്ടൻ ബെസ്റ്റ് ആണ്. ബിക്കോസ് വല്ലാത്തൊരു മനുഷ്യനാണ്, ഒരു രക്ഷയില്ലാത്ത മനുഷ്യൻ. ബാലിച്ചേട്ടൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ബാലിച്ചേട്ടനൊപ്പം പോയിട്ട് ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അജ്മൽ ഖാന്റെ ഷോപ്പിൽ പോയിട്ട് ഡ്രസ് എടുക്കണം. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങിയ അപ്പാർട്ട്മെന്റിൽ നിന്ന് നേരെ കണ്ടതാണ്. ഞങ്ങൾ കുറച്ച് നടക്കട്ടെ, ഫുഡ് കഴിക്കാൻ വേണ്ടി നടക്കണേ. ദിറം പിടിച്ച് നിൽക്കുന്ന സ്നേഹ മണി. ഇപ്പൊ പൈസേനെ വില മനസ്സിലായോ? അവിടെ അല്ലേ? നാട്ടിലെ പൈസ ഇവിടുത്തെ പൈസ തമ്മിലുള്ള മനസ്സിലാവണില്ലേ? കുറച്ച് കാശ് എനിക്ക് തന്നിട്ടുണ്ട്, അത് വെച്ച് അവിടെ ഇരുന്നാ മതി. 1000 ദിറ ഇപ്പത്. 1000 ദിറ ഉണ്ട്. 1000 ദിറ എന്ന് പറഞ്ഞാൽ എത്രയായി? 10-25,000 രൂപ. അതിലേറെയോ? 1000 ദിറ അല്ലേ ഉള്ളൂ. 25,000 എടുത്തുണ്ട്. ഫോണിൽ കയ്യിൽ കിടക്കുന്നത് കുറച്ച് പൈസ ഉണ്ട്. എന്തുകൊണ്ട് എന്താ ചെയ്യുന്നത്? അല്ലെങ്കിൽ കുറച്ച് ഇതൊക്കെ പഠിക്കട്ടെ, മണി മാനേജ്മെന്റ്. ഇത് ദിർഹം വെച്ചിട്ട് ആവി പറക്കുന്നുണ്ട് മക്കളെ, ആവി പറക്കുന്നുണ്ട്. ചൂട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ. അല്ല, രാത്രി ഞങ്ങൾ ഇറങ്ങിയപ്പോ വിചാരിച്ച ചൂടൊന്നും ഉണ്ടാവില്ല. അത് പിന്നെ എനിക്കറിയില്ല ഇവിടെ വ്ളോഗൊക്കെ എടുക്കാൻ പറ്റുമോന്ന്. എനിക്ക് ഇന്നാലും പോലീസ് പിടിക്കാവോ? ഞാൻ വേഗം കേട്ടോ. ഞാൻ വേഗം ഫുഡ് കഴിക്കാൻ പോണ സ്ഥലത്ത് നിന്ന് വീഡിയോ എടുക്കട്ടെ. എനിക്ക് ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ പോയി നോക്കട്ടെ എന്താ അവസ്ഥ എന്നുള്ളത്. ഇവിടെ കുറേ ചീറിപ്പാഞ്ഞു പോണ വണ്ടികളുണ്ട് ഇവിടെ ഫുള്ള്. നമ്മുടെ ബാംഗ്ലൂർ സിറ്റി ഒക്കെ പോലെ തന്നെ ഉണ്ട്. ബാംഗ്ലൂരിനേക്കാളും ഹൈ ആണല്ലോ എന്തായാലും. വൺ ഓഫ് ദ ടോപ്പ് മോസ്റ്റ് സ്ഥലമാണല്ലോ. അപ്പം എന്തായാലും ഫുഡ് കഴിക്കാൻ പോകണം. അയ്യോ, സായി എങ്ങോട്ടാ പോണ്? എന്നെ കൂട്ടാതെ സായി അങ്ങോട്ടോ പോകുന്നുണ്ട്. എനിക്കാണെങ്കിൽ എത്തും പിടിയും കിട്ടില്ല ഞാൻ എവിടെയാണ് പോകണമെന്നുള്ളത്. അപ്പോൾ നമ്മൾ അൽ ഫറൂഖ് റെസ്റ്റോറൻറ്റ് വന്നാട്ടോ ഷവർമ കഴിക്കാൻ. ഞാൻ ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ മറിക്കാൻ പോവായിരുന്നു. പിന്നെയാണ് എനിക്ക് അബദ്ധം മനസ്സിലായത്, നമ്മൾ ഇവിടെ ഇങ്ങനെയാണ് മറിക്കേണ്ടതുള്ളത്. ഇതാണ് സ്റ്റാർട്ടിങ്. ഇനി ഫോട്ടോ നോക്കിയിട്ടും കണ്ടിട്ടും ഓർഡർ ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. നമ്മൾ കഴിച്ചതിൻ്റെ ബില്ലാണിത്. 67 ദിർഹം നമ്മൾ കഴിച്ചിട്ട്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇനി പോവുകയാണ്. ഇനി നെക്സ്റ്റ് കരാമയ്ക്ക് പോകണത് തോന്നുന്നുണ്ടോ. അവിടുന്ന് സായിക്ക് ഡ്രസ്സ് എടുക്കാണ്ട് നമ്മളിനി ക്ലിഫി സ്റ്റോറിലേക്കാണ് പോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ അജ്മൽ ഖാൻ്റെ ഷോപ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ കരാമയിലാണ്. കരാമയിലുള്ള ക്ലിഫി സ്റ്റോറിലേക്ക് ഇനി വിസിറ്റ് ചെയ്ത് തരും. സായിക്ക് ഡ്രസ്സ് എടുക്കാണ് നാളത്തേക്ക്. അപ്പോൾ നമ്മളിതാ ക്ലിഫി സ്റ്റോർ. ഞാൻ ശ്രദ്ധിച്ചു. വലിയ പൂച്ച, സൈസുള്ള പൂച്ച. നമ്മള് ക്ലിഫിന്ന് ഒരു ഡ്രസ്സ് വാങ്ങി. അതിന് കവർ കണ്ടിട്ട് സായി അന്തം വിട്ടിരിക്കുകയാണ്. കവർ സൂപ്പറായിട്ടുണ്ട്. അതെ, പേപ്പറാണ് അല്ലേ? ഒരു സ്റ്റാപ്ലർ അടിക്കുകയും ചെയ്തില്ലേ? അപ്പൊ നമ്മള് കുറച്ച് ഫ്രൂട്ട്സ് അല്ല ജ്യൂസ് വാങ്ങിയില്ലേ? രാത്രി കിടക്കുന്നതിന് മുന്നേ കുറച്ച് ജ്യൂസ് സായിക്ക് എന്തായാലും കുടിക്കണല്ലോ. അപ്പോൾ ജ്യൂസൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനി പോയി ഉറങ്ങട്ടെ. ഇപ്പോൾ സമയം എൻ്റെ വാച്ചിൽ 1:45 എന്ന് പറഞ്ഞാൽ നാട്ടിലെ 1:45, ഇവിടുത്തെ 12:15. അപ്പം എന്തായാലും റൂമിൽ പോട്ടെ. എവിടെ റൂം എവിടെയാ റൂം? യെസ്,
ഇതാണ് നമ്മുടെ ഹോട്ടൽ. ഇവിടെ 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 ഫ്ലോറ ക്രീക്ക് 1115. കാർഡ് വയ്ക്കൂ. ഇതൊന്നും അറിയില്ലല്ലേ. ആ പിന്നെ അയ്യോ, മറ്റേ അജ്മൽ ഖാൻ്റെ കടയിൽ നിന്ന് വാങ്ങിയ ഡ്രസ്സ് നാളത്തേക്ക്. പക്ഷെ അജ്മൽ ഖാൻ അവിടെ ഉണ്ടായിരുന്നില്ല, നാളെ വരും പ്രോഗ്രാമിന്. അപ്പോൾ ഇത് എന്തൊക്കെ നമ്മൾ വാങ്ങിയത് കാണിച്ചിട്ടെ. എക്സ്ട്രാ ഓർബിറ്റോ, അതെന്താ സാധനം? ഇതാണ് മെയിൻ സാധനം. അൽമറൈ നോ ഹെഡഡ് ഷുഗർ. അൽമറൈ അതുകൊണ്ട് അൽമറൈൻ്റെ അത് ഇവിടുത്തെ ബ്രാൻഡ്. അത്ര സംഭവം അറബിക് മിക്സ്. ആ ഇത് ക്രോയിസൻ്റ്, 2 ക്രോയിസൻ്റ് ഉണ്ട്. പിന്നെ ഗ്രീക്ക് യോഗട്ട്. ആ അത്രേ ഉള്ളൂ. ഇത് 2-3 സ്ഥിതിക്ക് എന്തായാലും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഇനി ഏതായാലും പോയി കിടക്കട്ടെ. നാളെ നേരത്തെ എണീച്ച് മറ്റേ സഞ്ജുവിൻ്റെ പ്രോഗ്രാം മുന്നേ അറ്റൻഡ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നാളെ എന്താ പ്രോഗ്രാം എന്ന് വെച്ചാൽ നമ്മുടെ റാഫേലേട്ടൻ്റെ ലൈഫ് സ്റ്റൈൽ അല്ലേ, വോഗ് ലൈഫ് സ്റ്റൈൽ ഷോപ്പിൻ്റെ ഇനാഗുറേഷനാണ് 3 സ്ഥലത്ത്. സഹാറ സെൻറ്റർ, മേഘാ മാൾ, ബർജുമാൻ മാൾ. ഒക്കെ മറന്നു, ഈ പേരൊന്നും എനിക്ക് കിട്ടണില്ല വായിൽ. അപ്പോൾ നമ്മൾ നാളെ അവിടെ ഉണ്ടാവും ദുബായിൽ. ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ സംഭവമൊക്കെ കഴിയും എന്തായാലും. അപ്പോൾ ഞാൻ എന്തായാലും ഈ വീഡിയോ നോക്കട്ടെ, നാളെ 30 ജൂലൈ. അപ്പോൾ 30 ജൂലൈയിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷം നാളത്തെ വീഡിയോയിൽ, അടുത്ത വീഡിയോയിൽ കാണാം.